നമസ്കാരം. രാഹുൽ ഗാന്ധി നേരിട്ടെത്തി പ്രശംസിക്കുകയും തന്റെ ജിമ്മിൽ ചേരാൻ അതിയായ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്ത വിവാദ ട്രെയിനർ ദീപക് കുമാർ ഒടുവിൽ പെരുവഴിയിലേക്ക്. ഉത്തരാഖണ്ഡിൽ വർഗീയ സംഘർഷത്തിന് കാരണമായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ജിം ട്രെയിനർ ദീപക് കുമാറിനോട് വാടക നൽകാത്തതിനാൽ ജിം ഒഴിയാൻ കെട്ടിട ഉടമ ആവശ്യപ്പെട്ടു. ഹൈന്ദവ വികാരങ്ങളെ ചവിട്ടിമെതിച്ച് വർഗീയ കലാപത്തിന് ശ്രമിച്ച ജിം ട്രെയിനർ ദീപക് കുമാർ ഇപ്പോൾ നെറികെട്ട ഇരവാദവുമായി രംഗത്ത് എത്തിയിരിക്കുകയാണ്. ഭാരതത്തിന്റെ മണ്ണിൽ ദേശീയതയ്ക്കും സനാതന സംസ്കാരത്തിനുമെതിരെ വിദ്വേഷം ഛർദ്ദിക്കുന്നവർക്ക് താങ്ങും തണലുമായി നിൽക്കുക എന്നത് കോൺഗ്രസ് പാർട്ടിയുടെയും അതിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയുടെയും പണ്ടേയുള്ള ശീലമാണ്. രാജ്യത്തെ ഭൂരിപക്ഷ സമൂഹത്തിന്റെ വികാരങ്ങളെ ചവിട്ടിമെതിക്കുന്നവരെയും ഹൈന്ദവ സംഘടനകളെ പരസ്യമായി അധിക്ഷേപിക്കുന്നവരെയും നെഞ്ചേറ്റുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ വിനാശകരമായ മുഖമാണിപ്പോൾ ഉത്തരാഖണ്ഡിൽ നിന്നും വീണ്ടും തുറന്നുകാട്ടപ്പെട്ടിരിക്കുന്നത്. ഉത്തരാഖണ്ഡിന്റെ പുണ്യഭൂമിയിൽ മനഃപൂർവ്വം വർഗീയ സംഘർഷം പടർത്താൻ ആസൂത്രിതമായി രംഗത്തിറങ്ങുകയും പ്രാദേശിക ഹൈന്ദവ വിശ്വാസങ്ങളെയും ദൈവങ്ങളെയും പരസ്യമായി പരിഹസിക്കുകയും ചെയ്ത കുപ്രസിദ്ധ ജിം ട്രെയിനർ ദീപക് കുമാറിന്റെ ബിസിനസ് സാമ്രാജ്യം ഇപ്പോൾ തകർന്നടിഞ്ഞ് പൂട്ടിക്കെട്ടിയിരിക്കുകയാണ്. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഹൈന്ദവ സമൂഹത്തിനുമെതിരെ നിൽക്കുന്നവർക്ക് കാലവും ജനങ്ങളും കാത്തുവയ്ക്കുന്ന കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ദീപക് കുമാറിനും ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ജനുവരി 26-ന് രാജ്യം മുഴുവൻ റിപ്പബ്ലിക് ദിനത്തിന്റെ ആഹ്ലാദത്തിലും ദേശീയ വികാരത്തിലും അമർന്നിരുന്ന വേളയിലാണ് ഉത്തരാഖണ്ഡിലെ ശാന്തസുന്ദരമായ അന്തരീക്ഷം തകർക്കാനുള്ള വലിയൊരു ഗൂഢാലോചന അരങ്ങേറുന്നത്. പ്രദേശത്തെ ബാബ സ്കൂൾ ഡ്രസ് ആൻഡ് മാച്ചിങ് സെന്റർ എന്ന കച്ചവട സ്ഥാപനത്തിന്റെ പേരിനെ ചൊല്ലി പ്രാദേശിക ഹൈന്ദവ സംഘടനയായ ബജ്രംഗ് ദൾ പ്രവർത്തകരും കടയുടമയും തമ്മിൽ ഒരു വലിയ തർക്കമുണ്ടായിരുന്നു. ആ പ്രദേശത്തെ ജനങ്ങൾ അങ്ങേയറ്റം ഭക്തിയാദരവോടെ ആരാധിക്കുന്ന പ്രാദേശിക ദേവതയുടെ നാമമായ ബാബ എന്ന പദം തികച്ചും അനുചിതമായ രീതിയിലും വികലമായും ബിസിനസ് ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചതിനെ ചൊല്ലിയാണ് ബജ്രംഗ് ദൾ പ്രവർത്തകർ അവിടെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. തികച്ചും സമാധാനപരമായും ന്യായമായും കടയുടെ പേര് മാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രവർത്തകർ കടയുടമയുമായി സംസാരിക്കുന്നതിനിടയിലേക്കാണ് ഈ വിഷയവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ജിം ട്രെയിനർ ദീപക് കുമാർ മനഃപൂർവ്വം വലിയൊരു പ്രകോപനം സൃഷ്ടിക്കാനും വർഗീയ സംഘർഷം ഇളക്കിവിടാനും വേണ്ടി കടന്നു വരുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഹൈന്ദവ പ്രവർത്തകരെ പരസ്യമായി വെല്ലുവിളിക്കാനും ആക്ഷേപിക്കാനുമാണ് ദീപക് കുമാർ ശ്രമിച്ചത്. വാഗ്വാദത്തിനിടയിൽ ഹൈന്ദവ വിശ്വാസങ്ങളെ അങ്ങേയറ്റം പരിഹസിച്ചുകൊണ്ട് താൻ ദീപക് കുമാർ അല്ലെന്നും പകരം മുഹമ്മദ് ദീപക് ആണെന്നും ഇയാൾ വിളിച്ചുകൂവി. തികച്ചും സനാതന വിരുദ്ധമായ മനോഭാവത്തോടെ ബജ്രംഗ് ദൾ പ്രവർത്തകരെ ആകെ പരിഹസിച്ച ഇയാളുടെ ലക്ഷ്യം പ്രദേശത്തൊരു വലിയ വർഗീയ കലാപം സൃഷ്ടിക്കുക എന്നത് മാത്രമായിരുന്നു. തർക്ക പരിഹാരത്തിനല്ല, മറിച്ച് ഹൈന്ദവ വികാരം വ്രണപ്പെടുത്തിക്കൊണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ ശക്തികളുടെ കയ്യിലെ ചരടായി മാറുകയായിരുന്നു ഈ ജിം ട്രെയിനർ. പ്രദേശത്തെ ക്രമസമാധാനം തകർക്കാനും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനും ശ്രമിച്ച ഇയാൾക്കെതിരെ പിന്നീട് ഉത്തരാഖണ്ഡ് പോലീസ് ശക്തമായ വകുപ്പുകൾ ചുമത്തി കേസെടുക്കുകയും പ്രതി ചേർക്കുകയും ചെയ്തു. ഹിന്ദു വിശ്വാസങ്ങളെയും ഹൈന്ദവ സംഘടനകളെയും പരസ്യമായി അധിക്ഷേപിച്ച് പോലീസ് കേസിൽ പ്രതിയായ ഒരു വ്യക്തിയെ സംരക്ഷിക്കാനും വാനോളം പുകഴ്ത്താനും കോൺഗ്രസ് പാർട്ടിയും അതിന്റെ യുവരാജാവ് രാഹുൽ ഗാന്ധിയും എത്ര പെട്ടെന്നാണ് രംഗത്തിറങ്ങിയതെന്നത് രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളെ ഞെട്ടിച്ച സംഭവമായിരുന്നു. ഭാരതത്തിന്റെ പരമ്പരാഗത സംസ്കാരത്തെയും ഹൈന്ദവ സമൂഹത്തെയും തകർക്കാൻ ശ്രമിക്കുന്ന ഏത് വിദ്വേഷ ശക്തിക്ക് പിന്നിലും തങ്ങളുണ്ടാകുമെന്ന് വീണ്ടും തെളിയിക്കുന്നതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഉത്തരാഖണ്ഡ് സന്ദർശനം. വിവാദ നായകനായ ദീപക് കുമാറിനെ നേരിട്ട് സന്ദർശിച്ച രാഹുൽ ഗാന്ധി സ്ഥിരമായി ഹൈന്ദവ വിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്ന ഇയാളെ വാരിയർ ഓഫ് ലവ്, സ്നേഹത്തിന്റെ പോരാളി എന്നാണ് വിശേഷിപ്പിച്ചത്. കോൺഗ്രസ് പാർട്ടി രാജ്യത്തിലുടനീളം വിളിച്ചു പറയുന്ന മുഹമ്മദ് കി ദുക്കാൻ, സ്നേഹത്തിന്റെ കട എന്ന അർത്ഥത്തിൽ ഹിന്ദുവിരുദ്ധതയുടെയും വോട്ട് ബാങ്ക് പ്രീണനത്തിന്റെയും വിദ്വേഷ കേന്ദ്രമാണെന്ന് തെളിയിക്കുന്നതായിരുന്നു രാഹുലിന്റെ ഈ പ്രസ്താവന. ദീപക് കുമാറിന്റെ ജിമ്മിന്റെ പ്രവർത്തനങ്ങളെ വാനോളം പുകഴ്ത്തിയ രാഹുൽ തനിക്ക് ഈ ജിമ്മിൽ അംഗമാകാൻ വലിയ ആഗ്രഹമുണ്ടെന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രഖ്യാപിച്ചു. ദേശവിരുദ്ധ ശക്തികൾക്കും സനാതന വിരോധം തലയ്ക്ക് പിടിച്ചവർക്കും രാഹുൽ ഗാന്ധി നൽകിയ പരസ്യ പിന്തുണ ഭാരതത്തിലെ ഭൂരിപക്ഷ സമൂഹത്തോടുള്ള തുറന്ന വെല്ലുവിളിയായിരുന്നു. എന്നാൽ സനാതനധർമ്മത്തെയും ഹൈന്ദവ സമൂഹത്തെയും പരിഹസിച്ചവർക്കും അതിന് കൂട്ടുനിന്ന കോൺഗ്രസിന്റെ കുടില രാഷ്ട്രീയത്തിനും കാലം നൽകിയ കനത്ത തിരിച്ചടിയാണിപ്പോൾ ഉത്തരാഖണ്ഡിൽ ദൃശ്യമാകുന്നത്. രാഹുൽ ഗാന്ധി സ്നേഹത്തിന്റെ പോരാളി എന്ന് വിളിച്ച് ആദരിച്ച ദീപക് കുമാറിന്റെ ജിം ഒടുവിൽ അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിയിരിക്കുകയാണ്. ജനങ്ങൾ ഇയാളുടെ യഥാർത്ഥ മുഖവും ഹൈന്ദവ വിരുദ്ധ അജണ്ടയും കൃത്യമായി തിരിച്ചറിഞ്ഞതോടെ ജിമ്മിലേക്ക് വന്നിരുന്ന സാധാരണക്കാരായ ഹൈന്ദവ ഉപഭോക്താക്കൾ കൂട്ടത്തോടെ ഈ സ്ഥാപനം ബഹിഷ്കരിച്ചു. ഹൈന്ദവ വിദ്വേഷം വളർത്തുന്ന പ്രാദേശിക ദേവതകളെ അപമാനിക്കുന്ന ഒരു വ്യക്തിയുടെ സ്ഥാപനത്തിലേക്ക് തങ്ങളുടെ വിയർപ്പൊഴുക്കിയ പണം നൽകില്ലെന്ന് ജനങ്ങൾ ഉറപ്പിച്ചു പ്രഖ്യാപിച്ചതോടെ ദീപക് കുമാറിന്റെ ജിമ്മിലേക്കുള്ള വരുമാനം പൂർണ്ണമായി നിലച്ചു. കഴിഞ്ഞ 4 മാസമായി കെട്ടിടത്തിന്റെ വാടക പോലും കൊടുക്കാൻ കഴിയാതെ ദീപക് കുമാർ അക്ഷരാർത്ഥത്തിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലുമായി. കോൺഗ്രസ് നേതാക്കൾ വന്ന് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു പോയതല്ലാതെ ഇയാളുടെ ജിം രക്ഷിക്കാനോ വാടക നൽകാനോ കോൺഗ്രസ് ഫണ്ടിൽ നിന്ന് 1 രൂപ പോലും ആരും സഹായിച്ചില്ല. ഒടുവിൽ 4 മാസത്തെ വാടക കുടിശ്ശിക
കുന്നുകൂടിയതോടെ സഹികെട്ട കെട്ടിട ഉടമ ജിം പൂർണ്ണമായും ഒഴിപ്പിച്ചു തരണമെന്നാവശ്യപ്പെട്ട് ദീപക് കുമാറിനോട് നിയമപരമായ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഇതോടെ രാഹുൽ ഗാന്ധി ചേരാൻ കൊതിച്ച ആ ആഡംബര ജിമ്മിന്റെ ബോർഡറുകൾ ഓരോന്നായി ഊരിമാറ്റി തെരുവിലേക്ക് ഇറങ്ങേണ്ട ഗതികേടിലാണ് ജിം ട്രെയിനർ. സ്വന്തം കർമ്മഫലം കൊണ്ടും അഹങ്കാരം കൊണ്ടും ജിം പൂട്ടേണ്ടി വന്നപ്പോൾ ഉളുപ്പില്ലാതെ ഇരവാദവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ദീപക് കുമാർ. തന്റെ ജിമ്മിൽ മുൻപ് ധാരാളം ആളുകൾ വന്നിരുന്നുവെന്നും എന്നാൽ ബജ്രംഗ് ദളുമായി ഉണ്ടായ വിവാദങ്ങൾക്ക് ശേഷം ആളുകൾ വരുന്നത് കുറഞ്ഞുവെന്നും ഇയാൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ കരഞ്ഞു പറഞ്ഞു. ബിസിനസ് തകർന്നതുമൂലം ഭവന വായ്പയുടെ EMI അടയ്ക്കാനോ സ്വന്തം കുട്ടികളുടെ സ്കൂൾ ഫീസ് നൽകാനോ പോലും തനിക്ക് പണമില്ലെന്നാണ് ഇയാളുടെ പുതിയ വിലാപം. തന്റെ വ്യക്തിപരമായ പരാജയങ്ങളെയും ജനങ്ങൾ നൽകിയ ശക്തമായ ബഹിഷ്കരണത്തെയും മറച്ചുവെക്കാൻ ഇയാൾ വീണ്ടും വർഗീയത തന്നെയാണ് ആയുധമാക്കുന്നത്. താൻ മുസ്ലിമുകളുടെ പക്ഷത്തു നിന്ന് നിലകൊണ്ടതിനാലാണ് ഭൂരിപക്ഷ സമൂഹം തനിക്കെതിരെ തിരിഞ്ഞതെന്നും തന്നെ ബോധപൂർവം വേട്ടയാടുന്നത് എന്നുമാണ് ദീപക് കുമാറിന്റെ ആരോപണം. നിയമത്തെയും ജനരോക്ഷത്തെയും നേരിടാൻ ധൈര്യമില്ലാത്തവർ എപ്പോഴും അഭയം പ്രാപിക്കുന്ന ന്യൂനപക്ഷ സംരക്ഷണ കാർഡ് ഇറക്കി അന്താരാഷ്ട്ര തലത്തിൽ ഭാരതത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ഇടത് ജിഹാദി കോൺഗ്രസ് സഖ്യത്തിന്റെ അതേ തിരക്കഥ തന്നെയാണ് ദീപക് കുമാറും ഇവിടെ പയറ്റുന്നത്. സ്വന്തം തെറ്റുകൾ കൊണ്ട് കച്ചവടം പൂട്ടിയപ്പോൾ അതിനെ രാഷ്ട്രീയവൽക്കരിച്ച് വീണ്ടും സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാനാണ് ഇയാൾ ശ്രമിക്കുന്നത്. തനിക്കെതിരെ ഉത്തരാഖണ്ഡ് പോലീസ് രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ദീപക് കുമാർ കഴിഞ്ഞ മാർച്ചിൽ ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. നിയമ സംവിധാനങ്ങളെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് താൻ ചെയ്ത വലിയ തെറ്റുകളിൽ നിന്ന് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഊരിപ്പോരാനായിരുന്നു ഇയാളുടെ ശ്രമം. എന്നാൽ ഹൈക്കോടതിയിലും ഇയാൾക്ക് കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നിരുന്നത് എന്നാണ് സൂചനകൾ. ഭാരതത്തിന്റെ നിയമവ്യവസ്ഥിതി വർഗീയ കോമാളികൾക്ക് അനുകൂലമല്ലെന്നും കോടതിയും വ്യക്തമാക്കുകയാണ്. ഭാരതത്തിന്റെ മഹത്തായ സംസ്കാരത്തെയും ജനങ്ങളുടെ മതവിശ്വാസങ്ങളെയും സ്വന്തം രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ചവിട്ടിമെതിക്കാൻ നോക്കുന്നവർക്ക് ലഭിച്ച ശക്തമായ മുന്നറിയിപ്പാണ് ദീപക് കുമാറിന്റെ ഈ തകർച്ച. രാഹുൽ ഗാന്ധിയെ പോലുള്ള ഹിന്ദുവിരുദ്ധ നേതാക്കളുടെ തണലിൽ എന്തും വിളിച്ചു പറയാമെന്നും ഹൈന്ദവ സംഘടനകളെ ആക്ഷേപിക്കാമെന്നും കരുതിയവർക്കുള്ള കനത്ത പ്രഹരമാണിത്. ഭാരതത്തിലെ ജനങ്ങൾ ഇപ്പോൾ ഉണർന്നു കഴിഞ്ഞുവെന്നും സനാതന ധർമ്മത്തെയും രാജ്യത്തിന്റെ സമാധാനത്തെയും തകർക്കാൻ ശ്രമിക്കുന്ന ഇത്തരം വ്യാജ സ്നേഹ പോരാളികളെ സമൂഹം എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യുമെന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നു. ഇരവാദത്തിന്റെ മുഖംമൂടി അണിഞ്ഞ് ഇനി എത്ര കാലം ദീപക് കുമാറിന് ഒളിച്ചിരിക്കാൻ കഴിയുമെന്ന് വരും ദിവസങ്ങളിൽ കാണാം. രാജ്യത്തെ തകർക്കാൻ നോക്കുന്ന ഇത്തരം ശക്തികൾക്കെതിരെ BJP ഹൈന്ദവ സംഘടനകൾ നടത്തുന്ന പോരാട്ടം ജനങ്ങൾ കൈനീട്ടി സ്വീകരിക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് ഉത്തരാഖണ്ഡിൽ നിന്നും പുറത്തുവരുന്ന ഈ വാർത്ത. ഉത്തരാഖണ്ഡിൽ പ്രാദേശിക വിശ്വാസങ്ങളെയും ഹൈന്ദവ സംഘടനകളെയും പരസ്യമായി അധിക്ഷേപിച്ച് ഒടുവിൽ ജിം പോലും നിലനിർത്താനാകാതെ പൂട്ടിക്കെട്ടേണ്ടി വന്ന ദീപക് കുമാറിന്റെ ഈ ഗതികേട് ഭാരതത്തിന്റെ മണ്ണിൽ സനാതന ധർമ്മത്തെയും ഭൂരിപക്ഷ സമൂഹത്തെയും തൊട്ടുകളിച്ചവർക്ക് ചരിത്രം നൽകിയ കനത്ത തിരിച്ചടികളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ്. മുൻപ് തമിഴ്നാട്ടിൽ സനാതനധർമ്മത്തെ ഡെങ്കിപ്പനിയോടും മലേറിയയോടും ഉപമിച്ച് തുടച്ചു നീക്കണമെന്ന് ആക്രോശിച്ച ഉദയനിധി സ്റ്റാലിന്റെയും DMK ഭരണകൂടത്തിന്റെയും നെറുകെട്ട രാഷ്ട്രീയ അജണ്ടകളെ ഭാരതത്തിലെ ജനങ്ങൾ ഒന്നടങ്കം പ്രതിരോധിച്ച് പരാജയപ്പെടുത്തിയത് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഹിന്ദു ദൈവങ്ങളെ വെറും മിത്തുകൾ എന്ന് വിളിച്ച് അപമാനിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവ് AN ഷംസീറിനെതിരെ വിശ്വാസ സമൂഹം തെരുവിലിറങ്ങി ശക്തമായി പ്രതികരിച്ചതും ഈ രാജ്യത്തിന്റെ ആത്മാവിനെ തൊട്ടുള്ള കളി അനുവദിക്കില്ലെന്ന കൃത്യമായ മുന്നറിയിപ്പായിരുന്നു. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് ഹൈന്ദവ വിരുദ്ധത ശീലമാക്കി ഇത്തരം കോൺഗ്രസ് ഇടതുപക്ഷ ദ്രാവിഡ സഖ്യങ്ങൾ തങ്ങളുടെ താൽക്കാലിക ലാഭത്തിനായി ഇത്തരം ദേശവിരുദ്ധ സനാതന വിരുദ്ധ ശക്തികളെയും ദീപക് കുമാറിനെ പോലെയുള്ള സാമൂഹ്യ വിരുദ്ധരെയും എപ്പോഴും താലോലിക്കാറുണ്ട്. എന്നാൽ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള നേതാക്കളുടെ തണലിൽ എന്തും വിളിച്ചു പറയാമെന്നും ഭൂരിപക്ഷ സമൂഹത്തെ അധിക്ഷേപിക്കാമെന്നും കരുതുന്നവർക്ക് കാലം കാത്തുവെച്ച കനത്ത പ്രഹരമാണ് ദീപക് കുമാറിന്റെ ജിം പൂട്ടലിലൂടെ ജനങ്ങൾ നടത്തുന്ന ബഹിഷ്കരണത്തിലൂടെയും വ്യക്തമാകുന്നത്. ദേശവിരുദ്ധ ശക്തികൾക്ക് സനാതന വിരോധം തലയ്ക്ക് പിടിച്ച വർഗീയ കോമാളികൾക്കും രാഹുൽ ഗാന്ധി നൽകുന്ന പരസ്യമായ പിന്തുണ ഭാരതത്തിന്റെ പരമ്പരാഗത സംസ്കാരത്തെയും ജനങ്ങളുടെ മതവിശ്വാസങ്ങളെയും അപ്പാടെ തകർക്കാനുള്ള വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി കോൺഗ്രസ് പാർട്ടി രാജ്യത്തിലുടനീളം ഉയർത്തിപ്പിടിക്കുന്ന സ്നേഹത്തിന്റെ കട യഥാർത്ഥത്തിൽ ഹിന്ദുവിരുദ്ധതയുടെയും വോട്ട് ബാങ്ക് പ്രീണനത്തിന്റെയും കടുത്ത വിദ്വേഷ കേന്ദ്രമാണെന്ന് ജനങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഹൈന്ദവ വിശ്വാസങ്ങളെ പരസ്യമായി ചവിട്ടിമെതിച്ച് പോലീസ് കേസിൽ പ്രതിയായ ഒരു ജിം ട്രെയിനറെ സ്നേഹത്തിന്റെ പോരാളി എന്ന് വിളിച്ച് നെഞ്ചോട് ചേർക്കാൻ രാഹുൽ ഗാന്ധി ഓടിയെത്തിയപ്പോൾ തന്നെ കോൺഗ്രസിന്റെ കുടില രാഷ്ട്രീയം പൂർണ്ണമായും തുറന്നുകാട്ടപ്പെട്ടതാണ്. എന്നാൽ സ്വന്തം കർമ്മഫലം കൊണ്ടും അഹങ്കാരം കൊണ്ടും കച്ചവടം പൂട്ടേണ്ടി വരുമ്പോൾ ഉളുപ്പില്ലാതെ ന്യൂനപക്ഷ സംരക്ഷണ കാർഡും ഇരവാദവുമായി രംഗത്തിറങ്ങുന്ന ഇത്തരം കപട നാടകങ്ങൾ ഇനി ഭാരതത്തിൽ വിലപ്പോവില്ല. നിയമങ്ങളെയും ജനരോക്ഷത്തെയും നേരിടാൻ ധൈര്യമില്ലാത്ത ദീപക് കുമാറിനെ പോലെയുള്ളവർ അന്താരാഷ്ട്ര തലത്തിൽ ഭാരതത്തെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചാലും ജനങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും ഉണർന്നു കഴിഞ്ഞുവെന്നും സനാതന ധർമ്മത്തെയും രാജ്യത്തിന്റെ സമാധാനത്തെയും തകർക്കാൻ ശ്രമിക്കുന്ന ഇത്തരം വ്യാജ പോരാളികളെ സമൂഹം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്നും ഈ സംഭവം കൃത്യമായി അടിവരയിടുന്നു.
രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും സനാതന സംസ്കാരത്തിനുമെതിരെ നിൽക്കുന്നവർക്ക് തങ്ങളുടെ വിയർപ്പൊഴുക്കിയ പണം നൽകില്ലെന്ന് ഉറപ്പിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് ഭൂരിപക്ഷ സമൂഹം നടത്തിയ ശക്തമായ സാമ്പത്തിക സാമൂഹിക ബഹിഷ്കരണമാണ് ദീപക് കുമാറിനെ അക്ഷരാർത്ഥത്തിൽ തെരുവിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കാശ്മീരിലെ വിഘടനവാദികൾക്കും ഭീകരവാദികൾക്കും ഫണ്ടിങ് നൽകി ഭാരതത്തെ തകർക്കാൻ ശ്രമിച്ച ദേശവിരുദ്ധ ശക്തികളുടെ സാമ്രാജ്യങ്ങൾ നരേന്ദ്രമോദി സർക്കാരിന്റെ ശക്തമായ നിയമ നടപടികളിലൂടെയും ജനങ്ങളുടെ ബഹിഷ്കരണത്തിലൂടെയും തകർന്നടിഞ്ഞ ചരിത്രം നമ്മളുടെ മുന്നിലുണ്ട്. സ്വന്തം വീഴ്ചകൾ മറച്ചുവെക്കാൻ വീണ്ടും വർഗീയത ആയുധമാക്കുന്ന ദീപക് കുമാറിന് 4 മാസത്തെ വാടക കുടിശ്ശ കുന്നുകൂടിയപ്പോൾ കോൺഗ്രസ് നേതാക്കൾ വന്ന് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു പോയതല്ലാതെ 1 രൂപയുടെ സഹായം പോലും നൽകിയില്ല എന്നത് കോൺഗ്രസിന്റെ കപട സ്നേഹത്തിന്റെ തെളിവ് കൂടിയാണ്. നിയമ സംവിധാനങ്ങളെയും കോടതിയും വെല്ലുവിളിച്ചുകൊണ്ട് താൻ ചെയ്ത വലിയ തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്ന ഇത്തരം ദേശവിരുദ്ധ ശക്തികൾക്കെതിരെ BJPയും ഹൈന്ദവ സംഘടനകളും നടത്തുന്ന പോരാട്ടം ജനങ്ങൾ കൈനീട്ടി സ്വീകരിക്കുന്നു. സനാതനധർമ്മത്തെ വെല്ലുവിളിക്കുന്നവർക്ക് ഇനി ഭാരതത്തിന്റെ മണ്ണിൽ സ്ഥാനമില്ലെന്നും ഇരവാദത്തിന്റെ മുഖംമൂടി അണിഞ്ഞ് സ്വന്തം തെറ്റുകൾ ഒളിപ്പിച്ചു വെക്കാൻ ആർക്കും കഴിയില്ല എന്നും ഉത്തരാഖണ്ഡിൽ നിന്നുള്ള ഈ വാർത്ത രാജ്യത്തിന് ശക്തമായ സന്ദേശമാണ് നൽകുന്നത്. രാഹുൽ ഗാന്ധിയെ പോലെയുള്ള നേതാക്കളുടെ തണലിൽ എന്തും വിളിച്ചു പറയാമെന്നും ഹൈന്ദവ സംഘടനകളെയും പ്രാദേശിക ദേവതകളെയും പരസ്യമായി അധിക്ഷേപിക്കാമെന്നും കരുതിയ ദീപക് കുമാറിന് ഭൂരിപക്ഷ സമൂഹം ഒന്നുചേർന്ന് നൽകിയ ഈ സാമ്പത്തിക സാമൂഹിക ബഹിഷ്കരണം രാജ്യത്തെ മറ്റെല്ലാ ഹൈന്ദവ വിരുദ്ധ ശക്തികൾക്കുമുള്ള ശക്തമായ മുന്നറിയിപ്പ് കൂടിയാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനും പ്രീണനത്തിനും വേണ്ടി ഇത്തരം സാമൂഹിക വിരുദ്ധരെയും വർഗീയ കോമാളികളെയും നെഞ്ചേറ്റുന്ന കോൺഗ്രസ് ഇടതുപക്ഷ സഖ്യത്തിന്റെ കപട നാടകങ്ങൾ ഇനി ഭാരത മണ്ണിൽ വിലപ്പോകില്ലെന്ന് ജനങ്ങൾ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. ഇരവാദത്തിന്റെ മുഖംമൂടി അണിഞ്ഞ് സ്വന്തം തെറ്റുകളെ ഒളിപ്പിച്ചു വെക്കാനും അന്താരാഷ്ട്ര തലത്തിൽ രാജ്യത്തെ അപകീർത്തിപ്പെടാനും ശ്രമിക്കുന്ന ഇത്തരം കപട സ്നേഹ പോരാളികൾക്ക് ഇനി ഭാരതത്തിന്റെ മണ്ണിൽ സ്ഥാനമില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് സനാതനധർമ്മത്തിന്റെ സംരക്ഷണത്തിനായി BJPയും ഹൈന്ദവ സംഘടനകളും നടത്തുന്ന ഈ ധർമ്മ പോരാട്ടത്തിനൊപ്പമാണ് രാജ്യമെന്ന് ഉത്തരാഖണ്ഡിലെ ഈ വാർത്ത കൃത്യമായി അടിവരയിടുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.